നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് സ്ത്രീകളുടെ ഒരു മാനസികാരോഗ്യം. നമുക്കറിയാം, സമൂഹത്തിന്റെ, ഒരു കുടുംബത്തിലെ സ്ത്രീയുടെ മാനസികാരോഗ്യം കുടുംബത്തിന്റെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെയും ഭദ്രതയെ അല്ലെങ്കിൽ പുരോഗതിയെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത്. അത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് തന്നെ പത്രങ്ങളിലെല്ലാം വാർത്തയായിരുന്നു, ഒരു സ്ത്രീയുടെയോ പെൺകുട്ടിയുടെയോ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കുകളോ അല്ലെങ്കിൽ അവളുടെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു വാക്ക് പോലും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അതുപോലും തെറ്റാണ് എന്ന് ഇന്ന് നമ്മുടെ കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലകൊള്ളുന്നത്. അപ്പോൾ സ്ത്രീകളുടെ മാനസികാരോഗ്യം ഇതിൽ നിന്ന് തന്നെ എത്രത്തോളം സമൂഹത്തിൽ വിലമതിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ മാനസികാരോഗ്യം എന്ന് ചിന്തിച്ചേക്കാം. നമ്മൾ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ തലച്ചോറിന്, സ്ത്രീകളുടെ ബ്രെയിൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ തലച്ചോറിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് പ്രതിസന്ധികളെ നേരിടാനും ഒരുപാട് കാര്യങ്ങൾ, മൾട്ടി ടാസ്കിങ്, അതായത് പല പല പ്രവൃത്തികൾ പല പല ജീവിത തലങ്ങളിൽ ഒരുമിച്ച് ചെയ്യാനും, അതുപോലെ നമ്മുടെ പ്രതിസന്ധികളെ, ഫ്രസ്ട്രേഷൻ ടോളറൻസ്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു ടോളറൻസ് അല്ലെങ്കിൽ കഴിവ് ഒക്കെ സ്ത്രീക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലാണ്. അതിന് കാരണം എന്തെന്നാൽ തന്നെ അവരുടെ ബ്രെയിനിന്റെ, തലച്ചോറിന്റെ ഘടന സ്ത്രീകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം അവരുടെ വലത് ഭാഗത്തെ അവരുടെ ഇമോഷൻ, വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം, ബ്രെയിനിന്റെ ഭാഗം പുരുഷന്മാരെക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വികാര വിചാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുകയും അതുപോലെ ഉൾക്കൊള്ളാനും നേരിടാനുമുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഓർമ്മ നിൽക്കാൻ, അതായത് ചെറിയ കൊച്ചു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാനും ഓർമ്മ നിൽക്കാനും മെമ്മറിയെ ബാധിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തലച്ചോറിന്റെ ഭാഗങ്ങളൊക്കെ പുരുഷന്മാരെക്കാളും സ്ത്രീകളുടെ ഡെവലപ്ഡ് ആണ്. എന്നാൽ പല കാര്യങ്ങളിലും ശാരീരികമായിട്ടും ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരികമായിട്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കഴിവ് കുറവുള്ള ഏരിയകളുമുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഓരോ ജീവിത പ്രശ്നങ്ങൾ, കുട്ടികളെ വളർത്തുന്നത്, അതുപോലെ തന്നെ സമൂഹത്തിന്റെ, കുടുംബം നിയന്ത്രിക്കുന്നത്, സമൂഹത്തിന്റെ ഘടനയെ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ, ഇതിലെല്ലാം സ്ത്രീകളുടെ മാനസികാരോഗ്യം വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. നമുക്ക് അറിയാം, സ്ത്രീകളുടെ ശരീരം പല പല മാറ്റങ്ങൾ നമുക്കറിയാം. മാസമുറ ആകുന്ന ഒരു പ്രായപൂർത്തിയാകുന്നത് മുതൽ അങ്ങ് തുടങ്ങിയാൽ ഹോർമോണുകളുടെ, അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന പല രാസവസ്തുക്കൾ, ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കളുടെ ഒരു ഏറ്റക്കുറച്ചിലുകളാണ് സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ അവരുടെ ആ ജീവിത കാലയളവ്. ഒരു 45-50 വയസ്സ് വരെ ഹോർമോണുകളുടെ ഒരു വ്യതിയാനങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു പ്രായപൂർത്തിയാകുന്നത് മുതൽ. അതുകൊണ്ട് ആ ഓരോ ഹോർമോണുകളുടെ ഉദാഹരണത്തിന് നമുക്ക് ഈസ്ട്രജൻ എന്ന സ്ത്രീ ഹോർമോൺ, അതുപോലെ ഓക്സിറ്റോസിൻ, ഇങ്ങനെ ചില സ്ത്രീ ഹോർമോണുകളും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കൾ, കെമിക്കൽസ് അറിയപ്പെടുന്ന ബ്രെയിനിന്റെ ചില ഭാഗങ്ങളുമായി നല്ല അഭേദ്യമായ ബന്ധമുണ്ട്. ഇതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന അവരുടെ ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ സൈക്കിളുകൾ, സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ അവരുടെ മാനസികാവസ്ഥയും ഒരു പരിധിവരെ മാറ്റിമറച്ചേക്കാം. പല മാനസിക പ്രശ്നങ്ങളും, മാനസികാരോഗ്യത്തോടൊപ്പം തന്നെ മാനസിക പ്രശ്നങ്ങളും എടുത്താൽ സ്ത്രീകളുടെ മാനസിക ആരോഗ്യം നമ്മുടെ ഈ അവസ്ഥകളിലെല്ലാം, അതായത് മെൻസ്ട്രേഷൻ, പ്രഗ്നൻസിക്ക് ശേഷമുള്ള കാലയളവ്, അതുപോലെ മെനോപോസ്, മാസമുറ നിൽക്കുന്ന ഈ കാലയളവിലെല്ലാം പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവും, അതുപോലെ വിഷാദരോഗം, ഉത്കണ്ഠാരോഗം, ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളെല്ലാം പുരുഷന്മാരെക്കാൾ ഉപരി സ്ത്രീകൾക്ക് കൂടിയിരിക്കാം. അതുകൊണ്ട് തന്നെ പല മാനസിക പ്രശ്നങ്ങളും അവയെ നേരിടാനുള്ള കഴിവും പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് കുറവാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ മാനസിക പ്രശ്നങ്ങൾ ശരീരത്തിൽ നമ്മൾ ഓർക്കും പുറമേ നിന്നുള്ള കാര്യങ്ങളാണ്. അതിനേക്കാൾ ഉപരി സ്ത്രീകളുടെ അവരുടെ ബ്രെയിനിൽ, തലച്ചോറിൽ നിന്നും അവരുടെ
ഹോർമോണും തലച്ചോറിലെ രാസവസ്തുക്കളുമായുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും അവയുടെ വ്യതിയാനങ്ങളിൽ നിന്നും അവയുടെ അസന്തുലിതാവസ്ഥയിൽ നിന്നും ഒക്കെ പ്രശ്നങ്ങളെ നേരിടാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതുപോലെ മാനസിക പ്രശ്നങ്ങൾ രോഗങ്ങൾ തന്നെ ഉണ്ടാവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം നമ്മുടെ സംസ്കാരം, ഇന്ത്യയിലെയും അതുപോലെ നമ്മുടെ രാജ്യത്തെയും ഏഷ്യൻ രാജ്യങ്ങളിലെയൊക്കെ ഒരു സംസ്കാരം എടുത്താൽ സാമൂഹികപരമായിട്ടും സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് പുരുഷന്മാരെക്കാൾ പല കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും എന്നല്ല, കുടുംബത്തിലെയും സമൂഹത്തിലെയും അതുപോലെ തന്നെ ശരീരം അർപ്പിച്ചേൽക്കുന്ന കടമകൾ, അതായത് ഗർഭിണിയാകുക, കുഞ്ഞിനെ പ്രസവിക്കുക, വളർത്തുക, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിലെ പല കാര്യങ്ങളും നമ്മളൊക്കെ അറിയാം. നമ്മുടെ സംസ്കാരം അനുസരിച്ച് പാചകം ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്യുക, കുഞ്ഞുങ്ങളെ നോക്കുക, അവരെ വളർത്തുക, അവരുടെ പഠിപ്പ് നോക്കുക, ഇങ്ങനെയുള്ള സാമൂഹിക തലത്തിലുള്ള കാര്യങ്ങളും പുരുഷന്മാരെക്കാളും ഒരു പരിധിവരെ സ്ത്രീകൾക്ക് ഉത്തരവാദിത്തം നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള പുറമേ നിന്നുള്ള ഒരു സാമൂഹിക പശ്ചാത്തലം കൊണ്ടും സ്ത്രീകൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്.